മോർണിംഗ് ഓൾ. റിയാ സാർ പറഞ്ഞ പോലെ നമുക്കിന്ന് ഗസ്റ്റ് ആയിട്ട് പങ്കെടുക്കാൻ പോകുന്ന ആള് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റിയാണ് രഞ്ജിത്ത് ബാലു സാർ. നമുക്കറിയാം, കോഴിക്കോട് GTS സെന്ററിലൊക്കെ പോകുന്ന സമയത്ത് പലപ്പോഴും GTS പ്രസന്റേഷൻ ചെയ്യാറുള്ള വ്യക്തിയാണ്. ZTC അബോവ് ലീഡേഴ്സിന് TDF ഫണ്ട്, അതോടൊപ്പം പല ടീമും തുടക്കക്കാരായിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടർ റാങ്ക് മുതൽ ZTC വരെയുള്ള റാങ്കുകളിൽ പല രീതിയിലുള്ള കോൺടെസ്റ്റുകളൊക്കെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ സെയിൽസ് ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനിവ എല്ലാ ആളുകൾക്കും ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. ഒരുപാട് ആളുകൾ ഈ കാലഘട്ടത്തിലൊക്കെ, ഈ അടുത്ത കാലഘട്ടത്തിലൊക്കെ ഈ ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്ത ആളുകൾ ഉണ്ടാവാം. അവരോടൊക്കെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ ബിസിനസ് അവസരം ശരിക്കും നിങ്ങൾ വ്യക്തമായിട്ട് എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. കാരണം ഈ ബിസിനസ്സിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പേ ഞാൻ വേറൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയിലോ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിലോ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരാളല്ല. അതോടൊപ്പം തന്നെ എനിക്ക് ഇത്തരം മേഖലകൾ പൂർണ്ണമായിട്ടും വിയോജിപ്പുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു. ഒരു കാരണവശാലും ഞാൻ ഇത്തരം ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യുമെന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന ഈ ഞാനെങ്കിൽ, നിങ്ങൾ പ്ലാൻ കൊടുക്കുന്ന ഓരോ വ്യക്തികളും നിങ്ങളെ റിജക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, അദ്ദേഹത്തിന് അത് ബോധ്യപ്പെടാത്തത് കൊണ്ട് മാത്രമാണ് ഏറ്റെടുക്കാതിരിക്കുന്നത്. തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും വലിയൊരു പ്രയാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആകെ 4 ആളോട് പറഞ്ഞു, ആ 4 ആളും ഏറ്റെടുത്തിട്ടില്ല എന്ന് മാത്രമല്ല നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, അവരെ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. കാരണം ഇന്ന് സമൂഹത്തിൽ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഒരുപാട് മണി ചെയിൻ കമ്പനികൾ, ലീഗൽ അല്ലാത്ത കമ്പനികൾ, ഗുണനിലവാരമില്ലാത്ത ഉൽപ്പന്നങ്ങൾ കൊടുത്ത കമ്പനികൾ, വരുമാനം കിട്ടാത്ത കമ്പനികൾ, ഇങ്ങനെ ഒരുപാട് കമ്പനികൾ പ്രവർത്തിച്ച് അവരെ മുന്നിൽ കൂടെ പോയിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നിങ്ങളോട് ഈ ഒരു രീതിയിലുള്ള ഒരു റിയാക്ഷൻ, ഒരു റിപ്ലൈ അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. ഞാൻ ഈ അടുത്ത കാലത്തൊക്കെ പ്ലാൻ കൊടുത്തതിൽ ഒരുപാട് ആളുകൾ എന്നോടും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് അതിനെ കവർ ചെയ്യാനും അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനും, ഇത് ഇങ്ങനെയൊക്കെയാണ് ഈ മേഖല ഉണ്ടായിരുന്നത് എങ്കിലും ഇന്ന് അത് അങ്ങനെയല്ല എന്നും, ഇതിൽ നല്ല കമ്പനികൾ ഉണ്ട് എന്നും, ആ കമ്പനികളെ തിരിച്ചറിയാനുള്ള മാർഗങ്ങൾ ഏത് എന്നുള്ളതും പറഞ്ഞു കൊടുക്കാൻ സാധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ആളുകൾ ഇന്ന് ജോയിൻ ചെയ്യാൻ, ഞങ്ങളെ കൂടെ ഒരുപാട് പേര് ജോയിൻ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അപ്പൊ അതിന് വേണ്ടത് അറിവാണ്. ആ അറിവ് നമ്മൾ നേടിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നമുക്കിതിനെ ഏറ്റെടുക്കാൻ സാധിക്കും. ഈ ഒരു ഇൻഡസ്ട്രീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് നിങ്ങൾ പറയുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തുടക്കക്കാരായിട്ടുള്ള ആളുകൾ എനിക്കിത് സാധിക്കില്ല എന്ന് നിങ്ങൾ എപ്പോ ചിന്തിക്കുന്നുണ്ടോ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളെ മുന്നേ ചെയ്തു വന്ന മുഴുവൻ ആളുകളും ഇത് എത്രയോ വട്ടം ചിന്തിച്ചിട്ടുണ്ട്. 100 വട്ടം ചുരുങ്ങിയതെങ്കിലും ഈ ഒരു സംഭവം ഇങ്ങനെ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് ചിന്തിച്ച ആളുകളാണ് ഇന്ന് മഹാന്മാരായിട്ടുള്ള ട്രെയിനേഴ്സ് ആയിട്ടുള്ള നമ്മൾ ഏറ്റവും വലിയ ഹൈ ലെവലിൽ ഇന്ന് റാങ്ക് അലങ്കരിക്കുന്ന പല ലീഡേഴ്സും. ഏറ്റവും ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കിക്കാണുന്ന നമ്മുടെ മെന്റർ ആയിട്ടുള്ള ബെല്ലി സാറ് പോലും 14 പ്രാവശ്യത്തെ ഫോളോ അപ്പിന് ശേഷം മൈ ലൈഫ് സ്റ്റൈലിലേക്ക് വന്നത് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു. അപ്പം അവിടെയാണ് നമ്മളുടെ ഫോളോ അപ്പ്, നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കല്. നമ്മൾ പ്ലാൻ കൊടുക്കുന്ന ആളുകളൊക്കെ സാമ്പത്തികമായിട്ട് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. പക്ഷെ നമ്മൾ പ്ലാൻ കൊടുക്കുന്ന സമയത്ത് അവർ ചിന്തിക്കുന്നത് ഇത്രയേ ഉള്ളൂ, അയ്യൂബിന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അല്ലെ റിയാസിന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഞാൻ അവരെ കൂടെ ജോയിൻ ചെയ്യണം. അത് അവരവൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു ബോധത്തിലേക്കും ചിന്തയിലേക്കും നിങ്ങൾ ഈ പ്ലാൻ എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ പ്ലാൻ കൊടുക്കൽ വളരെ ഈസി ആയിട്ട് മാറും. പക്ഷെ ഇതിനൊക്കെ തരണം ചെയ്ത് കഴിഞ്ഞാൽ നാളുകളിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ സാധിക്കും. ഏറ്റവും നല്ല ജോയിനിങ് സ്കില്ലിലേക്ക് നിങ്ങൾ ഓരോരുത്തരും എത്താൻ സാധിക്കും. എല്ലാം വളരെ സിമ്പിൾ ആണ്. നമ്മൾ രഞ്ജിത്ത് ബാലു സാർ കയറിയിട്ടുണ്ട്. സാർ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. അപ്പം അത്ര മാത്രമേ ഈ ബിസിനസ്സിലുള്ളൂ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ അസാധ്യമല്ലാത്തത് ഒന്നുമില്ല, എല്ലാം സാധ്യമാണ്. പക്ഷെ അതിന്റെ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ മാത്രം. ഓക്കെ, അപ്പം ഒരിക്കൽ കൂടി എനിക്ക് പറയാനുള്ളത്, ഈ ഒരു പ്രോഗ്രാം, ഈ ഒരു ബിസിനസ് ശരിക്കും ഒരു പ്രോഗ്രാം ഓറിയന്റഡ് ബിസിനസ്സാണ്. എന്താണ് ഈ പ്രോഗ്രാം ഓറിയന്റഡ് ബിസിനസ് എന്ന് അറിയോ നിങ്ങൾക്ക്? പ്രോഗ്രാമുകൾ നിങ്ങൾ എത്രത്തോളം അറ്റൻഡ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം നിങ്ങൾക്ക് ബിസിനസ് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ സാധിക്കും. പല ആളുകളും പറയാറുണ്ട്, സാർ ഞാൻ എന്നും കയറുന്നതല്ലേ മോർണിംഗ് മീറ്റില്, അത് തന്നെയല്ലേ എന്നും പറയാനുള്ളത് അല്ലെ കേൾക്കാനുള്ളത്. GTS സെന്ററിൽ ഞാൻ എന്നും പങ്കെടുക്കാറുണ്ട്, അത് കേട്ടത് തന്നെയല്ലേ. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇന്ന് ഏതൊരു ലീഡർക്കും ഒന്നെങ്കിൽ പ്രോഗ്രാം എടുക്കുകയോ അല്ലെ കേൾക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് പോലും ഈ ബിസിനസ്സിലെ വേണ്ടത്ര കോൺഫിഡന്റ് പാസ് ചെയ്യാൻ, മറ്റുള്ളവരിലേക്ക് കോൺഫിഡന്റ് പാസ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയും. ഒരു മാസം ഈ ബിസിനസ് ചെയ്യാത്ത ഒരു ലീഡർ ആണെന്നുണ്ടെങ്കിൽ ഒരു 2-3 ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാതെ
അദ്ദേഹം ഫീൽഡിലേക്ക് ഇറങ്ങരുതെന്ന് ഞാൻ പറയാറുള്ളത്. നിങ്ങൾ കുറെ കാലം ബിസിനസ് ചെയ്യാതെ കുറച്ച് മാറി നിന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ 2 പ്രോഗ്രാം ഏറ്റവും ചുരുങ്ങിയത് അറ്റൻഡ് ചെയ്യുക ആദ്യം എന്നുള്ളത്. ഈ അടുത്ത കാലത്ത് നമ്മളെ കുറ്റ്യാടിലെ വിബി സാറ് ഈ ഒരു മോർണിംഗ് മീറ്റിൽ വന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. സാർ, എനിക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റില്ല എന്ന് അദ്ദേഹത്തിന്റെ അപ്ലൈനോട് പറഞ്ഞ സമയത്ത് നിങ്ങൾ 100 GTS അറ്റൻഡ് ചെയ്യുക, അപ്പോഴേക്കും നിങ്ങൾ STC ആവും. അത്ര മാത്രമേ പറഞ്ഞു. അദ്ദേഹം ലീഡറെ തോൽപ്പിക്കാൻ വേണ്ടി 100 GTS അറ്റൻഡ് ചെയ്തു, അപ്പോഴേക്കും അദ്ദേഹം STC ആയി എന്നുള്ളതാണ്. അത്രേ ഇവിടെ ഉള്ളൂ. കാരണം ഈ പ്രോഗ്രാമുകൾ നമ്മൾ ഉള്ളിലേക്ക് എത്തും. ഇത് നമ്മൾ അറിയാതെ പോലും നമ്മൾ മറ്റുള്ളവരിലേക്ക് പറയും. ഇന്ന് നമുക്ക് മോർണിംഗ് മീറ്റില് ഇൻചാർജ് ഉള്ള റുക്കിയ മാഡത്തിന്റെ ഒരു വളരെ രസകരമായിട്ടൊരു കഥ, ജസ്റ്റ് അതും കൂടെ ഒന്ന് പറയാം. ഞങ്ങളിവിടെ ബിസിനസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വളരെ എനർജിയോട് കൂടിയിട്ടാണ് ആളോട് പ്ലാൻ പറയുന്നത്, പ്രൊഡക്റ്റ് കൊടുക്കുന്നു, കാര്യങ്ങളൊക്കെ. ഒരു ട്രെയിനിങ് നമ്മുടെ അവിടെ ഈങ്ങാപ്പുഴ ഭാഗത്തുള്ള വനപർവം എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച സമയത്ത് അവരെ ഹസ്ബൻഡ് ഒന്ന് ലോറിയിൽ പോവുക, ടിപ്പർ ലോറിയിൽ. അപ്പൊ മണലിറക്കി കൊടുത്ത പൈസ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആദ്യം റുക്കിയനെ കൂട്ടാൻ വന്നു. റുക്കിയോട് പറഞ്ഞു, നീ ഇവിടെ നിൽക്കി, ഞാൻ മണലിറക്കി ക്യാഷ് വാങ്ങി വരാം. ഞാൻ ഇടയ്ക്ക് പറയുന്ന കാര്യമാണ്. അപ്പൊ റുക്കി പറഞ്ഞു, ഞാനും കൂടെ വരാം. ഹസ്ബൻഡ് പറഞ്ഞു, നീ ഇപ്പൊ വരണ്ട, നീ അവിടെ വന്നാലും ബിസിനസ് പറയും, അതിനുള്ള സമയമല്ല, അവിടേക്ക് മണലിലെ ക്യാഷ് കിട്ടാണ്ട്, അത് വാങ്ങി ഞാൻ പെട്ടെന്ന് വരാൻ പറഞ്ഞു. ഇല്ല, ഞാനും കൂടെ വരാന്ന് പറഞ്ഞിട്ട് റുക്കി ഓടി കയറി. ഞങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാമണിക്കൂറിന് ശേഷം ഇവര് തിരിച്ചു വരുന്നുണ്ട്. ചിരിച്ചിട്ടാ വരുന്നത് രണ്ടുപേരും. അപ്പൊ ഞങ്ങൾ എന്താ സംഭവം, ഇവർക്ക് ചിരിച്ചിട്ട് പറയാൻ പറ്റുന്നില്ല. നോക്കുമ്പോ സംഭവം എന്ന് വെച്ചാൽ അവിടെ മണലിറക്കി ക്യാഷുമായിട്ട് വന്ന ആ വ്യക്തിന്റെ കാലില് റുക്കിയ അവിടെ അയാൾക്ക് വെരിക്കോസ് വെയിൻ കണ്ടു. അപ്പൊ അയാൾ പറഞ്ഞു, ഇത് വെരിക്കോസ് വെയിൻ ആണ്, നിങ്ങൾക്ക് ഇത് മാറ്റാനുള്ള ഉൽപ്പന്നങ്ങൾ എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. അവിടെ ബിസിനസ് പറഞ്ഞിട്ട് 6000 രൂപ ക്ലോസിങ് ചെയ്തിട്ട് അപ്പൊ തന്നെ വന്നു, ആ പ്രോഡക്റ്റ് അപ്പൊ തന്നെ കൊണ്ടുപോകും. അപ്പൊ ഇതിന്റെ സംഭവം എന്താ വെച്ചാല്, നമ്മുടെ ഉള്ളിൽ എത്രത്തോളം ഈ ബിസിനസ് ഉണ്ടോ, നമ്മള് മുന്നിൽ കാണുന്ന മുഴുവൻ ആളുകളും ആവശ്യക്കാർ. നമ്മുടെ ഉള്ളിൽ ബിസിനസ് എപ്പോ കുറയുന്നുണ്ടോ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല. ഇതാണ് ഇതിന്റെ കാര്യം. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഫുൾ ചാർജില്, നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഒരു നല്ല കത്തുന്ന മെഴുകുതിരിക്ക് മാത്രമേ മറ്റൊരു മെഴുകുതിരിനെ കത്തിക്കാൻ സാധിക്കൂ. കെടാനിരിക്കുന്ന ഒരു മെഴുകുതിരിക്ക് ഒരു കാരണവശാലും മറ്റൊരു മെഴുകുതിരിനെ കത്തിക്കാൻ കഴിയില്ല. മറ്റത് കത്തുകയില്ല, ഇത് കെട്ടുമ്പോൾ. അവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ഇതിൽ ഫുൾ എനർജിയിൽ നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത ഒരാൾ പോലും ഇല്ല. രാവിലെ എണീറ്റാൽ പല്ല് തേക്കാത്ത ഒരു വ്യക്തി പോലും നമ്മൾ അറിയുന്നവരില്ല. അവിടെ നമ്മളെ പേസ്റ്റ് റീപ്ലേസ് ചെയ്യാൻ അവർ വാങ്ങിക്കുന്ന ഉൽപ്പന്നം മാറ്റിയിട്ട് നമ്മളെ പേസ്റ്റിലേക്കോ നമ്മളെ ഹെയർ ഓയിലിലേക്കോ മറ്റിലേക്കോ നമുക്ക് മാറ്റാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു വരുമാനം, അല്ലെങ്കിൽ ഇന്ന് പല കോർപ്പറേറ്റ് കമ്പനികളും വാങ്ങിയെടുക്കുന്ന വരുമാനം നമ്മളെ കിശയിലേക്ക് ആക്കാൻ പറ്റും. ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ ഇന്നത്തെ ഈ ടേൺ ഓവർ ഇന്ത്യയിൽ 64,000 കോടി എന്നാ പറയുന്നത്. അതിന് ചെറിയൊരു ശതമാനം, വളരെ ചെറിയൊരു പെർസെന്റേജ് നമുക്ക് വാങ്ങിക്കാൻ പറ്റിയാൽ നമ്മളും നമ്മളെ കുടുംബവും വരാൻ പോകുന്ന തലമുറയും എന്ത് ചെയ്യും? രക്ഷപ്പെടും. അപ്പൊ ഇവിടെ ആവശ്യമുണ്ട് ഉൽപ്പന്നങ്ങൾക്ക്, ജനങ്ങൾ തയ്യാറാണ്, പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളത് മാത്രം നമ്മൾ ചിന്തിക്കേണ്ടതുള്ളൂ. അപ്പം ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഏതായാലും നമുക്ക് രഞ്ജിത് ബാലു സാറ് കയറിയിട്ടുണ്ട്. അയ്യൂബ് സാറ് വളരെ മനോഹരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഞാനത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അയ്യൂബ് സാറ് വളരെ മനോഹരമായിട്ട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു എന്നുള്ളതാണ്. കാരണം അതില് നമ്മള് സാറ് ഒരു പേര് പറയാം, പേര് രഞ്ജിത് ബാലു എന്നാണ്. ഈ ബിസിനസ് ഏകദേശം ഒരു 6 വർഷത്തോളം ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്യുന്നു. എന്നെ ഈ ബിസിനസ് പരിചയപ്പെടുത്തിയത് എന്റെ അപ്ലൈ ധനീഷ് മാധവൻ സാറാണ്. അപ്പൊ ഞാൻ അയ്യൂബ് സാറിന്റെ കാര്യം പറയാം. കാരണം ഒരു ലീഡർ ഇല്ലെങ്കിൽ, അതായത് ഒരാള് നമുക്കൊരു കാര്യം വന്നിട്ടില്ലെങ്കിൽ അവിടെ ഏറ്റെടുത്ത് ചെയ്യാനായിട്ടുള്ള ഒരുപാട് ലീഡേഴ്സ് നമ്മളെ ഇടയിൽ തന്നെ ഉണ്ട് എന്നുള്ളത് ആണ് രസകരമായിട്ടുള്ള കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളും അതേപോലെ ഇതിലിരിക്കുന്ന എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഒരു 200-ലധികം ആളുകൾ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 345 ആളുകളുണ്ട്. ഈ ഇരിക്കുന്ന 344 അല്ലെങ്കിൽ അതിൽ ലീഡേഴ്സ് ആയിട്ടുള്ള എല്ലാ ആളുകളും ഇതേമാതിരി ലീഡേഴ്സ് ആയിട്ട് മാറുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഒരാൾ വന്നിട്ടില്ലെങ്കിലും നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള വ്യക്തികളായിട്ട് നമ്മൾ ഓരോ വ്യക്തികളും മാറുക എന്നുള്ളതാണ്. കാരണം അയ്യൂബ് സാറ് പറഞ്ഞ കാര്യത്തിൽ തന്നെ ഞാൻ തുടങ്ങുകയാണ്. കാരണം നമുക്ക് ഈ ബിസിനസ് ഒറ്റയ്ക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റുമ്പോഴാണ് നമുക്ക് ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു സക്സസ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ള കാര്യം. ഇനി എന്തുകൊണ്ടാണ് ആളുകൾ, കാരണം ഞാൻ കുറച്ച് കാര്യങ്ങൾ
കുറച്ച് പിറകോട്ടുള്ള കാര്യങ്ങൾ ഞാൻ സംസാരിക്കാൻ എന്ന് വിചാരിക്കുന്നു. കാരണം എന്തുകൊണ്ടായിരിക്കും നമ്മളെല്ലാ വ്യക്തികളും ചിന്തിച്ചു നോക്കുക, എന്തുകൊണ്ടായിരിക്കാം ആളുകള് ഈ ബിസിനസ് ആയിട്ട് പറയാനായിട്ട്, കാരണം പ്രൊഡക്റ്റ് പറയാനായിട്ട് എല്ലാവർക്കും താല്പര്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. എന്തുകൊണ്ടായിരിക്കും ആളുകൾ ബിസിനസ് പറയാനായിട്ട് ഒരു മടി കാണിക്കുന്നത് എന്നുള്ളത് നമുക്ക് വെറുതെ ഒന്ന് നോക്കാം. കാരണം ഈ ബിസിനസ്സിൽ ആളുകൾ ബിസിനസ് ചെയ്യാണ്ടിരിക്കാനുള്ള ഒരു കാരണം, എനിക്ക് തോന്നുന്ന ഒരു കാരണം, ഈ ബിസിനസ്സിലോ കമ്പനിയിലോ ഈ പ്ലാനിലോ ഈ പ്രൊഡക്റ്റിലോ അവർക്ക് ഏതെങ്കിലും ഒന്നിൽ അവർക്ക് ഒരു വിശ്വാസക്കുറവ് ഉണ്ടാവും എന്നുള്ള ഒരു കാരണം കൊണ്ടായിരിക്കാം ആളുകൾ ഈ ബിസിനസ് ചെയ്യാണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ പ്ലാൻ കേൾക്കാണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? സാറ് പറഞ്ഞ പോലെ ഈ ബിസിനസ് ആദ്യം മുതൽ തന്നെ നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. കാരണം നമ്മളെല്ലാം ഓരോ വ്യക്തികളും ചിന്തിച്ചു നോക്കിയാൽ മതി. നമ്മൾ ഈ ബിസിനസ് ചിലപ്പോൾ നമ്മുടെ സുഹൃത്തിന്റെ അടുത്തുനിന്നായിരിക്കും കേട്ടിട്ടുണ്ടാവുക, ബന്ധുവിന്റെ അടുത്തുനിന്നായിരിക്കും കേട്ടിട്ടുണ്ടാവുക. അപ്പൊ അവര് പിന്നെ നമ്മളെ ഇത് കേട്ട് കഴിഞ്ഞാൽ അവരുടെ ഒരു കോൺഫിഡൻസിലാണ് നമ്മൾ ഈ ബിസിനസ്സിന് GTS പോകുന്നത്. നിങ്ങൾ ഓരോ വ്യക്തികളും ചിന്തിച്ചു നോക്കുക അല്ലെ. ആ GTS കേട്ട് കുറെ ആൾക്കാരുടെ എക്സ്പീരിയൻസും കുറെ ആൾക്കാരുടെ വരുമാനം കിട്ടിയതും ഒക്കെ കാണുന്ന സമയത്താണ് നമ്മൾക്ക് ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്യണം എന്നുള്ളൊരു ചിന്ത നമ്മളെ ഉള്ളിൽ വന്നിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്യാത്ത ആളുകളെ നമ്മൾ ചിലപ്പോ GTS കേൾപ്പിച്ചിട്ടുണ്ടാവില്ല, ചിലപ്പോ FSS കേൾപ്പിച്ചിട്ടുണ്ടാവില്ല, ചിലപ്പോ 2 Day RTPക്ക് പങ്കെടുപ്പിച്ചിട്ടുണ്ടാവില്ല. ഇനി ഇതൊക്കെ പങ്കെടുപ്പിച്ചാൽ തന്നെ ആ ആളുകൾ ചെയ്യാണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കുക, എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു കാര്യങ്ങൾ കേട്ടിട്ട് അയാള് ഇത് ചെയ്യാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഒരു കാരണം മാത്രമേ ഉള്ളൂ. ഈ ബിസിനസ് പ്ലാൻ, അതായത് ആഴ്ചയിൽ 450 രൂപ മുതൽ ആഴ്ചയിൽ 2,10,000 വരെ കിട്ടുന്ന ഈ ബിസിനസ് പ്ലാൻ ആ വ്യക്തിക്ക് കൃത്യമായിട്ട് അത് മനസ്സിലായിട്ടില്ല എന്നതുകൊണ്ട് മാത്രമാണ് ആ വ്യക്തി ബിസിനസ് ചെയ്യാണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ ബിസിനസ് പറയാൻ പോകുന്നത് സാധാരണക്കാരായ ആളുകളോടാണ് അല്ലെ. ലോകത്തില് അല്ലെങ്കിൽ നമ്മുടെ നാട്ടില് ജീനിയസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മതി. നമ്മൾ ഈ ബിസിനസ് നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസിനോട് നമ്മൾ ഈ ബിസിനസ് പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള മേഖലയിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളാണ്. അതേപോലെ നമ്മൾ ഈ ബിസിനസ് സച്ചിൻ ടെണ്ടുൽക്കറോട് പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള മേഖലയിൽ വളരെ പാഷനേറ്റ് ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ നമ്മൾ പറയാൻ പോകുന്ന ആളുകൾ ഇതേപോലെ ലോകത്തിലെ ജീനിയസ് ആയിട്ടുള്ള ആളുകളാണ് അല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളായിരിക്കാം കൂടുതലും, ഭൂരിഭാഗം അങ്ങനെ ആയിരിക്കാം. അപ്പോ നമ്മൾ പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. അവര് ഈ ബിസിനസിന്റെ പ്ലാൻ കൃത്യമായിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ട് മാത്രമാണ് അവർക്ക് ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കാത്തത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ ഈ ബിസിനസ് കേൾപ്പിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഈ ബിസിനസ് തന്നെ ഞാൻ ഉറച്ച് ഈ ബിസിനസ് തന്നെ ചെയ്യുമോ എന്നുള്ളൊരു ആത്മവിശ്വാസക്കുറവുള്ളത് കൊണ്ടായിരിക്കാം പല ആൾക്കാർ ഈ ബിസിനസ് ചെയ്യാത്തത്. കാരണം നാളെ ഈ ബിസിനസ് നിന്നു പോകുമോ, ഈ കമ്പനി പൂട്ടിപ്പോകുമോ, എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാൻ പറ്റാതെ വരുമോ എന്നുള്ള ഒരു ആത്മവിശ്വാസക്കുറവ് കൊണ്ടൊക്കെ ആയിരിക്കാം പല ആൾക്കാരും ഈ ബിസിനസ് ചെയ്യാതിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് എന്നെ കൊണ്ട് സാധിക്കുമോ എന്നുള്ളൊരു ചിന്ത നമ്മളെ ഉള്ളിൽ വരുന്നത് കൊണ്ടായിരിക്കാം നമ്മൾ ഈ ബിസിനസ് ചെയ്യാതിരിക്കുന്നത്. ഞാൻ ഈ ബിസിനസ്സിൽ എന്നെ തന്നെ ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ ഈ ബിസിനസ്സിൽ വരുന്ന സമയത്ത് ആളുകളോട് സംസാരിക്കുന്നതിന് ഏറ്റവും കൂടുതൽ മടിയുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ എന്ന് പറയുന്നത്. അത് എനിക്കും അറിയാം, എന്റെ ഫാമിലിയിലും അറിയാം. കാരണം എന്റെ ഫാമിലിയിലൊക്കെ എന്തെങ്കിലും ഒരു കാര്യം, ഞാൻ എന്റെ ഫാമിലിയിൽ ഏറ്റവും മൂത്ത കുട്ടിയാണ്. അപ്പോ ഒരു കാര്യം സംസാരിക്കുകയാണെങ്കിൽ, കാര്യങ്ങൾ കാര്യമായിട്ട് പറയുകയാണെങ്കിൽ എന്നെ കൊണ്ടായിരിക്കും അവർ സംസാരിപ്പിക്കുക. എന്റെ അനിയനെ കൊണ്ടാണ് കാര്യം സംസാരിക്കുക. കാരണം ഞാൻ ഒരാളുടെ മുഖത്ത് നോക്കി നോ എന്ന് പറയാൻ എനിക്ക് കപ്പാസിറ്റി ഇല്ല. ഒരു കാര്യം വിശദീകരിച്ച് സംസാരിക്കാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി എനിക്കില്ല എന്ന് വിശ്വസിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അത് എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു വിശ്വാസമാണ്. കാരണം പണ്ട് എനിക്കറിയാം, ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് വില്ലേജ് ഓഫീസിൽ പോയിട്ട് വരുമാന സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പറഞ്ഞിട്ട് ആ ഒരു മടി കൊണ്ട് ആ സാധനം പോലും പോയി ചെയ്യാൻ ഞാൻ അമ്മയോട് പറഞ്ഞാണ് അമ്മ വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞ അതിനു വേണ്ടിയിട്ട് അടി വരെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷെ ഈ ബിസിനസ്സിൽ വന്നു എനിക്കുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്ന് കഴിഞ്ഞാല് ഒരുപാട് ട്രെയിനിങ്ങുകളും കാര്യങ്ങളും അറ്റൻഡ് ചെയ്തപ്പോഴാണ് എനിക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായത്. വളരെ വളരെ സ്ലോയിലാണ് ഞാൻ ഈ ബിസിനസ് ചെയ്ത് പഠിച്ചെടുത്തത് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള ഒരു അനുഭവം. അപ്പോ നമ്മൾ ആദ്യം മനസ്സിലാക്കുക, നമ്മൾക്കിത് പറ്റും എന്നുള്ളൊരു വിശ്വാസം നമ്മൾക്ക് ഉണ്ടെങ്കിൽ
അത് നമുക്ക് ചെയ്തെടുക്കാനും സാധിക്കും എന്നുള്ളതാണ്. കാരണം അതിനുവേണ്ടി നമ്മൾ വഴങ്ങി ലീഡേഴ്സ് പറയുന്ന പോലെ കൃത്യമായിട്ട് നിന്നു കൊടുത്തു കഴിഞ്ഞാൽ ആ വിശ്വാസം തെറ്റായി എന്ന് നമുക്ക് തന്നെ ബോധ്യപ്പെടുന്ന ഒരു കാലഘട്ടം വരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതിപ്പോ ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഞാൻ വിചാരിച്ചിരുന്ന എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന കാര്യം ഒരുപാട് ട്രെയിനിങ്ങുകൾക്കും ഒരുപാട് മീറ്റിങ്ങുകൾക്കും ഒരുപാട് കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് ലീഡേഴ്സിന്റെ കൂടെ, കാരണം ഇത് പറ്റും, ഇത് ചെയ്ത് വിജയിപ്പിക്കുന്ന ലീഡേഴ്സിന്റെ കൂടെ നിന്ന് അവരുടെ കാര്യങ്ങൾ പഠിച്ചെടുത്ത് മനസ്സിലാക്കിയത് കൊണ്ട് എനിക്കിത് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ ഇരിക്കുന്ന അങ്ങനെ ചിന്തിക്കുന്ന ഓരോ വ്യക്തികളോടും എനിക്ക് പറയാനായിട്ടുള്ള കാര്യം, ഇത് നിങ്ങൾക്കും സാധിക്കും, നിങ്ങൾക്കേ സാധിക്കൂ എന്നുള്ളതാണ്. പക്ഷെ അതിനുവേണ്ടി നിങ്ങളൊന്ന് ഒരുങ്ങി കൂടെ നിൽക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒരു കാര്യമായിട്ട് ഞാൻ ഇതിനകത്ത് കാണുന്നത്, ഒരാൾ ബിസിനസ്സിൽ വിജയിക്കാതെ പോകുന്ന അല്ലെങ്കിൽ ചെയ്യാതെ പോകുന്നതിന് ഒരു കാരണം എന്ന് പറയുന്നത് ഉള്ളിൽ ഒരു ഇച്ഛാശക്തി, ഒരു എന്താ പറയാ, നേടിയെടുക്കണം എന്നുള്ളൊരു വിശ്വാസം ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. ഒരു ഇച്ഛാശക്തിയുടെ കുറവ്, നമ്മളെ ഉള്ളില് തീ ഉണ്ടാവുക എന്നുള്ള, അതായത് നേടിയെടുക്കണം എന്നുള്ള ഒരു ചിന്ത ഒരു തീയായിട്ട് ഉണ്ടാവുന്ന ആളുകൾക്ക് ഈ ബിസിനസ് നന്നായിട്ട് പറ്റും. അതില്ലാത്ത ആളുകൾക്ക് അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഉള്ളിൽ ഇച്ഛാശക്തി, അതായത് ഒരു എന്താ പറയാ, വേണം എന്നുള്ള ചിന്ത നിങ്ങളെ ഉള്ളിൽ ഉണ്ടാവണം. നമുക്കറിയാം, നമ്മളൊരു ടീം വർക്കാണ് നമ്മൾ ഓരോ വ്യക്തികളും ചെയ്യുന്നത് എന്ന് നമ്മളെ ഓരോ വ്യക്തികളും മനസ്സിലാക്കുക അല്ലെ. ഒറ്റയ്ക്കുള്ള നമ്മുടെ പ്രവർത്തനത്തിന്റെ ഫലമാണെങ്കിൽ നമ്മൾ നിൽക്കുന്ന മേഖലയിൽ നിന്ന് തന്നെ നമ്മൾ വിജയിച്ചേനെ. പക്ഷെ നമ്മളൊരു ടീം വർക്കിലൂടെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ആ ടീം എന്നുള്ള പ്രവൃത്തിയുടെ അതിന്റെ ഏതൊക്കെ കാര്യങ്ങൾക്കാണോ നമ്മൾ നിൽക്കേണ്ടത് അതിന് നമ്മൾ കൂട്ടമായിട്ട് നിൽക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള ഒരു കാര്യം. കാരണം നമ്മുടെ ഒരാളുടെ പ്രവൃത്തിയിലല്ല. കാരണം നമ്മളൊരു തോണിയിൽ കയറി, ഒരു പുഴയുടെ നടുക്ക് നിന്ന് ഒരു തോണിയിൽ കയറി കഴിഞ്ഞാൽ ആ തോണിയിൽ 4 പേരുണ്ടെങ്കിൽ ആ 4 പേരും 4 ഭാഗത്തേക്കും തുഴഞ്ഞു കഴിഞ്ഞാൽ തോണി നടുഭാഗത്ത് തന്നെ നിൽക്കുള്ളൂ. പക്ഷെ ആ 4 പേരും ഒരേ ചിന്തയോടെ കൂടെ ഒരു ഭാഗത്തേക്ക് ശക്തമായിട്ട് തുഴഞ്ഞാൽ, ഒരാൾ തുഴയുന്നത് കുറവാണെങ്കിൽ പോലും, അല്ലെ 2 പേർ തുഴയുന്നത് കുറവാണെങ്കിൽ പോലും അത് കരക്കെത്തും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ നമ്മളൊരു ടീമിന്റെ വർക്കിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ആ ടീമിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് നിൽക്കുക. അവിടെ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് യാതൊരു പ്രസക്തിയും ഇല്ല. അപ്പൊ നമ്മളൊരു ടീമിന്റെ കൂടെയാണ് നിൽക്കുന്നതെങ്കിൽ ആ ടീമിന്റെ പ്രവർത്തനത്തിന് എന്താണോ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യാനായിട്ട് നമ്മൾ കൂടെ നിൽക്കുക. അവിടെ നമ്മളെ കഴിവുകളും നമ്മളെ പ്രവൃത്തിയൊക്കെ പതിയെ നമ്മൾ എന്തെങ്കിലും കഴിവ് കുറവുണ്ടെങ്കിൽ, അങ്ങനെ ഞാൻ പറയുന്നു എന്നാൽ അതിന് നിൽക്കുന്ന ഒരു വ്യക്തിയും കഴിവ് കുറവായിട്ട് ഞാൻ പറയല്ല. പക്ഷെ നമുക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതെല്ലാം അറിയാതെ പോകും എന്നുള്ളതാണ് നമ്മൾ ഓരോ വ്യക്തികളും മനസ്സിലാക്കുക. അപ്പൊ നമ്മുടെ ഒരു ഇച്ഛാശക്തി, നമ്മുടെ വേണം എന്നുള്ള ഒരു ഇച്ഛാശക്തി നിങ്ങൾക്ക് ഓരോ വ്യക്തികൾക്കും ഉണ്ടാവും എന്നുള്ളതാണ്. അടുത്തൊരു കാര്യം എന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ ഈ ബിസിനസ് പറയുന്ന സമയത്ത് നമ്മളെ ഒരാള് തിരസ്കരിക്കപ്പെടുമോ പരിഹസിക്കപ്പെടുമോ എന്നുള്ള പേടി കൊണ്ടായിരിക്കാം ചില ആളുകൾ ഈ ബിസിനസ് ചെയ്യാതെ പോകുന്നത്, അല്ലെ പറയാതെ പോകുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക, അതൊരു പൊട്ടപ്പേടിയല്ലേ അല്ലെ? നമ്മളെ കളിയാക്കലുകളും നമ്മളെ തിരസ്കരിക്കപ്പെടലുമാണ് നമ്മളെ ഈ ബിസിനസ്സിൽ വിജയിപ്പിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കുറെ ആളുകൾക്ക് അവരുടെ ഉള്ളിൽ ഇങ്ങനെ കുറെ സംഗതികൾ ഉണ്ടാവും. ഒരാളോട് ഞാൻ ഈ ബിസിനസ് പറഞ്ഞാൽ അവൻ റിജക്ട് ചെയ്യുമോ, അല്ലെങ്കിൽ അവൻ കളിയാക്കുമോ? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി, നിങ്ങൾ സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി. നമ്മളെ മുന്നിലിരിക്കുന്ന ഓരോ ലീഡേഴ്സും ഈ 2 കാര്യങ്ങളും അനുഭവിക്കാണ്ട് വളർന്നു വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മളെ മുന്നിലിരിക്കുന്ന ഓരോ ലീഡേഴ്സും, നിങ്ങളെ തൊട്ടു മുന്നിലിരിക്കുന്ന ലീഡേഴ്സ്, ഇവർക്കെല്ലാം ഇതിന്റെ അനുഭവങ്ങളിലൂടെ അവിടെ കടന്നു പോയിട്ടുണ്ടാവും. കാരണം ഒരുപാട് കളിയാക്കലുകൾ, ഒരുപാട് തിരസ്കരിക്കലുകൾ, ഇതൊക്കെ അനുഭവിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ ലീഡേഴ്സും വളർന്നു വന്നിട്ടുള്ളത്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക, അങ്ങനെ ഒരു സംഗതി ഇതിനകത്ത് ഉണ്ട്. അതിനുള്ളിലൂടെ നമ്മൾ കടന്നു പോകണം. കടന്നു പോകാത്ത ഒരാൾക്ക് പോലും ഉള്ളില് ഇച്ഛാശക്തി ഉണ്ടാവില്ല. കാരണം പല തിരസ്കരിക്കലുകളാണ് നമ്മളെ വിജയത്തിൽ എത്തിക്കുന്നത്. അത് അവര് ആ വ്യക്തികൾ, നിങ്ങൾ ഇപ്പൊ എന്നോടൊക്കെ പല സമയത്ത് കല്യാണ വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാല് നമ്മൾ ലേറ്റ് ആയിട്ടാണ് ചെല്ലുക. ആ ചെല്ലുന്ന സമയത്ത് അവര് പറയും, സാറ് വന്നോ, സാറിന് ഒരുപാട് പരിപാടി ഉണ്ടാവില്ലേ, കുറെ ആൾക്കാരെ ചികിത്സിക്കാനുണ്ടാവില്ലേ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കും ആൾക്കാര്. പക്ഷെ അതിനെ നമ്മൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു പുഞ്ചിരിയോടുകൂടെ നേരിടാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഈ ബിസിനസ്സിൽ സക്സസ് ആയി മാറാനായിട്ട് സാധിക്കും. ഇനി നിങ്ങളെ കൂടുതലായിട്ട് കളിയാക്കുന്നെങ്കിൽ, ഇപ്പൊ എന്റെ ഞാനൊരു കല്യാണ വീട്ടിൽ പോയ സമയത്ത് അവരെന്നെ ഒരുപാട് ആളുകളുടെ ഇടയിലിട്ട് ഇങ്ങനെ ഒരുപാട് കളിയാക്കും. കാരണം നമ്മൾ മിണ്ടാണ്ടിരിക്കാനുള്ള ചെയ്യാം, നമ്മൾ എതിർക്കാൻ പോലെ. കാരണം
നമ്മളൊരാളെ ഉള്ളൂ, പക്ഷെ നമ്മളെ ബാക്കിയുള്ള ഒരു 10-20 പേര് ചുറ്റും വളഞ്ഞിട്ട് നമ്മളിങ്ങനെ ആക്രമിക്കുമ്പോ നമ്മൾ എന്താ പറയാ, നമ്മൾ മിണ്ടാണ്ട് നിൽക്കുന്ന ഒരു ശൈലിയുണ്ട്. പക്ഷെ ഒരു സമയം കഴിഞ്ഞാൽ നമ്മൾ പ്രതികരിച്ചു പോകും അല്ലെ? ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, പ്ലീസ് എന്നെ കളിയാക്കരുത്. കാരണം ഞാൻ എന്റെ ചോറിന് വേണ്ടിയിട്ടാണ് അധ്വാനിക്കുന്നത്, നിങ്ങളെ ആരും പൈസ മേടിക്കാൻ ഞാൻ വന്നിട്ടില്ല എന്നുള്ള ഒറ്റ വാക്യം പറഞ്ഞപ്പോ അതോടുകൂടെ അവരെ കളിയാക്കലുകൾ നിന്നു. കാരണം നമ്മളൊക്കെ അരി വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബിസിനസ് തുടങ്ങിയ സമയത്ത്. കാരണം എനിക്ക് തോന്നുന്നു ഒരു DTC ഈ ZTC റാങ്കിൽ നിൽക്കുന്ന സമയത്താണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. അന്ന് എനിക്ക് കാറോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോ ഇങ്ങനത്തെ ആളുകൾ നമ്മളുണ്ടെങ്കിൽ നമ്മളെ കാര്യത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. അപ്പൊ ആളുകൾക്ക് ഉണ്ടാവുന്ന ഈ 2 പേടി, തിരസ്കരിക്കപ്പെടുമോ പരിഹസിക്കപ്പെടുമോ എന്നുള്ള ഒരു കാര്യം കൊണ്ടാണ് നമുക്ക് എന്താ പറയാ ഈ ബിസിനസ് ചെയ്യാണ്ട തോന്നുന്നത്. അടുത്തൊരു കാര്യം എന്നും എനിക്ക് തോന്നിയിട്ടുള്ളത് പരിശീലനത്തിന്റെ കുറവാണ്. ഇപ്പൊ നമ്മൾക്ക് പരിശീലനത്തിന് ആളുകൾ, അതായത് ട്രെയിനിങ് പ്രോഗ്രാമുകൾക്ക്, വർക്ക്ഷോപ്പുകൾക്ക് കാര്യങ്ങൾ പഠിക്കാനായിട്ട് നമ്മൾ മനസ്സ് കാണിക്കാത്തത് കൊണ്ടാണ് ആളുകൾ ഈ ബിസിനസ് ഓരോ ആളുകളോടും നമ്മൾ ഏറ്റെടുക്കാത്തത് അല്ലെ പറയാത്തത്. അപ്പൊ നമ്മൾ പരിശീലനം നേടാനായിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം അത് നിരന്തരമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ചില കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ആദ്യമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് കൂട്ടി നമ്മൾ ബാഗ് അല്ലെങ്കിൽ ഡയറിയിൽ എഴുതി വെച്ച സാധനം നമ്മൾ വീട്ടിൽ കൊണ്ടുവയ്ക്കുക ചെയ്യുക. അതിന്റെ മുകളിൽ പിന്നെ നമ്മൾ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അടുത്ത ട്രെയിനിങ്ങിന് പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ ട്രെയിനിങ് എന്തെടുക്കുക, ആ ഡയറി എടുക്കുക. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ പരിശീലിക്കാനായിട്ട് അത് നമ്മൾ ശ്രമിക്കുക. കാരണം അത് നമ്മൾ പുതിയ ആളുകളെടുത്ത് പറഞ്ഞു പോകുമ്പോൾ അവരുടെ അടുത്ത് അത് മുന്നിൽ പറഞ്ഞ് നമ്മൾ എക്സ്പീരിയൻസ് ആയി മാറുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള കാര്യം. അപ്പൊ പരിശീലനത്തിന്റെ കുറവ്, നമ്മളൊരു കാര്യം പഠിക്കാനായിട്ട് യാതൊരു മടിയോ പേടിയോ വിചാരിക്കേണ്ടതില്ല. കാരണം ഈ ബിസിനസ്സിൽ നിങ്ങൾ വന്നിട്ട് അത് പഠിക്കുന്നത് നിങ്ങളെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടും നിങ്ങളെ അഭിവൃദ്ധി, അതായത് നമ്മുടേതായിട്ടുള്ള കഴിവുകൾ കുറഞ്ഞു പോകുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മളിത് പഠിക്കുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയാം, ഇപ്പൊ എനിക്ക് ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞു സംസാരിക്കാനായിട്ടുള്ള ഒരു കഴിവ് കുറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഇതിൽ വന്ന് കുറെ ആൾക്കാരോട് കുറെ തവണ ചില വാക്കുകൾ വിഴുങ്ങിപ്പോകും, ചില വാക്കുകൾ എനിക്ക് പറയാൻ കിട്ടാതെ വരും. ചില കസ്റ്റമർ അടുത്ത് തുടങ്ങിയ സമയത്താണ് അവരെന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുമ്പോ എനിക്ക് വെള്ളം കുടിക്കണം തോന്നും. ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഞാൻ അനുഭവിച്ചത് കൊണ്ടാണ് ഇന്ന് എനിക്ക് ഇങ്ങനത്തെ രീതിയിലെങ്കിലും സംസാരിക്കാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഞാനൊരു ഇപ്പോഴും ഞാൻ ആലോചിക്കുന്നത് ഒരു കസ്റ്റമർ അടുത്ത് പോയിട്ട്, ഒരു ആയുർവേദത്തിന്റെ ഒരു ഏറ്റവും മികച്ച ഒരു കസ്റ്റമർ അടുത്ത് പോയിട്ട് അദ്ദേഹം എന്നെ വെള്ളം കുടിപ്പിച്ചിട്ടാണ് വിട്ടത്. സത്യം പറഞ്ഞാൽ അയാൾ ഇന്ന് പോലും ബിസിനസ്സിലില്ല. പക്ഷെ ഇന്ന് ഞാനത് ചെയ്തത് കൊണ്ട് ഇന്ന് കമ്പനിയുടെ NTC റാങ്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. വരുന്ന ഒരു 2-3 മാസത്തിനുള്ളിൽ കമ്പനിയുടെ നാഷണൽ ടീം കോർഡിനേറ്ററിലേക്ക് മാറും എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ള കാര്യം. കാരണം അപ്പോൾ നമ്മൾ പരിശീലിച്ച കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പഠിക്കാനായിട്ട് നമ്മൾ ഓരോ വ്യക്തികളും ശ്രദ്ധിക്കുക, അതിനുവേണ്ടി ശ്രമിക്കുക. അതിന് ശ്രമിക്കാത്ത ആളുകൾക്കൊന്നും ഈ ബിസിനസ്സിലൂടെ വലിയ വളർച്ചയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ടീം ആവാത്തതിന്റെ ഒരു കാരണം ആയിട്ട് എനിക്ക് തോന്നുന്നു, ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മള് എന്താ പറയാ ബിസിനസ് ചെയ്യാണ്ടിരിക്കാനുള്ള ഒരു കാരണങ്ങൾ, നമുക്ക് എന്തുകൊണ്ട് ഒരു ടീം ആവുന്നില്ല, ഒരു ടീം വർക്ക് നമുക്ക് നടക്കുന്നില്ല എന്നുള്ളത് ഒരു കാരണം ഞാൻ പറയാം. കാരണം നമ്മൾ ഈ ബിസിനസ്സിൽ തെരഞ്ഞെടുത്തൊരു വ്യക്തി നമ്മൾക്ക് ഈ ബിസിനസിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ട് ഈ ബിസിനസിനെ പഠിക്കുകയും മനസ്സിലാക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന അങ്ങനത്തെ ഒരു വ്യക്തി ആയിരിക്കില്ല ചിലപ്പോൾ നമ്മൾ ബിസിനസിന് വേണ്ടി പ്ലാൻ കൊടുത്തിട്ടുള്ളത്. കാരണം ഒരു ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു ലീഡർ, നിങ്ങളൊരു ലീഡർ ആണെങ്കിൽ, നിങ്ങളൊരു ലീഡർ ആക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ ബിസിനസ് കൊടുക്കുന്നതെങ്കിൽ, എന്റെ ഒരു ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനൊരു പ്രോഗ്രാം ഫിക്സ് ചെയ്തു, ഒരു ഉദാഹരണം പറയുകയാണെ, ഞാനൊരു പ്രോഗ്രാം, ഒരു ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റ് പ്ലാൻ ചെയ്തു. ആ പ്ലാൻ ചെയ്ത സമയത്ത് എനിക്ക് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു. അത്യാവശ്യമായിട്ട് ഞാൻ അവിടെ പങ്കെടുക്കണം. കാരണം പ്രോഗ്രാം, എന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റ് വെച്ചത് 1:30 മണിക്കാണ് അല്ലെങ്കിൽ 2 മണിക്കാണ്. അപ്പം ഈ 1:30 മണിക്ക് ഞാൻ ഹോസ്പിറ്റലിൽ എത്തേണ്ട ഒരു അത്യാവശ്യ ഘട്ടം വന്ന സമയത്ത് ഞാൻ ആ ഫോൺ എടുത്തിട്ട് എന്റെ ടീമിലുള്ള, എന്റെ ഓർഗനൈസേഷൻ 1-ലും 2-ലുള്ള ഏതൊരു വ്യക്തിയാണോ വിളിച്ചിട്ട് ആ പ്രോഗ്രാം ഏൽപ്പിക്കുന്നത്, അയാളാണ് എന്റെ ലീഡർ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതായത് എന്റെ ടീമിൽ ഓർഗനൈസേഷൻ 1-ലും 2-ലുള്ള ഏതൊരു വ്യക്തിയെ ആണോ ഞാൻ ആ പ്രോഗ്രാം ചെയ്യാനായിട്ട് ഏൽപ്പിക്കുന്നത്, അയാളാണ് എന്റെ ലീഡർ. കാരണം നിങ്ങളുടെ ടീമിൽ ചിലപ്പോൾ 100 പേരുണ്ടാവും, 200 പേരുണ്ടാവും, 300 പേരുണ്ടാവും, 1000 പേരുണ്ടാവും. പക്ഷെ ഏതൊരു വ്യക്തിയെ ആണോ നിങ്ങൾ ഏൽപ്പിക്കുന്നത്,
ആ വ്യക്തിയാണ് നിങ്ങളെ ലീഡർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതൊരു ടൈപ്പിലുള്ള ആളുകളെയാണ് നമ്മൾ ഈ ബിസിനസ്സിലായിട്ട് നമ്മൾ പ്ലാൻ കൊടുക്കേണ്ടത് എന്നുള്ളത് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാൻ പ്രസന്റേഷൻ. ചില ആളുകൾ ഇപ്പൊ ബസ്സിന്റെ ടിക്കറ്റിന് മുകളിലൊക്കെ വരച്ചിട്ട് പ്ലാൻ പറയുന്നത്, ചെറിയ കടലാസിന്റെ, അതായത് ATM കൗണ്ടറിലുള്ള കിട്ടിയിട്ടുള്ള ആ സ്ലിപ്പിന്റെ മുകളിൽ പ്ലാൻ പറയുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊന്നും ബിസിനസിന്റെ പ്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തികളും നമ്മളെ കൂടെ സീരിയസ് ആയിട്ട് നിൽക്കില്ല. ഈ ബിസിനസിന്റെ പ്ലാൻ നിങ്ങൾ പറയണമെങ്കിൽ, ഈ ബിസിനസിന്റെ പ്ലാൻ പറയണമെങ്കിൽ കൃത്യമായിട്ടുള്ള രീതി, അതായത് നിങ്ങൾക്ക് GTS ആളുകളെ എത്തിക്കാനായിട്ട് സാധിച്ചിട്ടില്ലെങ്കിൽ അവരെ വീട്ടിൽ പോയി ഇരുന്ന് കണ്ട് നമ്മളെ വൈറ്റ് പേപ്പറിൽ ബിസിനസിന്റെ പ്ലാൻ പറഞ്ഞ് നമ്മളെ പ്രൊഡക്റ്റിനെ കുറിച്ച് കൃത്യമായിട്ട് ഒരു 40 മിനിറ്റെങ്കിലും എടുത്ത് സംസാരിച്ചു കഴിഞ്ഞാലാണ് ആ വ്യക്തികള് നമ്മളെ കൂടെ ബിസിനസ്സിൽ വരിക. പല ആൾക്കാരും, ഇപ്പൊ എന്റെ ടീമിൽ തന്നെ പല ആൾക്കാരും ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് എത്ര ബിസിനസ് പ്ലാൻ കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, സാറേ ഞാൻ 2 എണ്ണം കൊടുത്തു, 3 എണ്ണം കൊടുത്തു. അപ്പൊ അതെങ്ങനെയാ കൊടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയും, ഒന്നുകിൽ ഞാൻ റോട്ടിൽ നിന്ന് കണ്ടപ്പോ ഞാൻ ബിസിനസിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താണ്. അങ്ങനെയൊന്നും ഒരാൾ ഈ ബിസിനസ്സിലേക്ക് വരില്ല. എന്ന ആളുകൾ ഉണ്ടാവാട്ടോ, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അങ്ങനെയൊന്നും ആളുകളെ നമുക്ക് സീരിയസ് ആയിട്ട് ഈ ബിസിനസ്സിലേക്ക് കിട്ടില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ ചെയ്യുന്ന അതേ കാര്യമാണ് നമ്മളെ ടീമിൽ ലീഡർ ആക്കാൻ വെച്ച് കൊണ്ടുവന്നിട്ടുള്ള ആളും ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതാണ് ഈ ബിസിനസിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യം, ഏറ്റവും ബ്യൂട്ടി ആയിട്ടുള്ള കാര്യം. നമുക്ക് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചോളം നമുക്കറിയാം, ഒരു വൈറ്റ് പേപ്പറും ഒരു പ്രൊഡക്റ്റ് ബുക്കും ഒരു ടൂൾ ബാഗും ഇല്ലാതെ ഈ ബിസിനസ് ഒരിക്കലും മുന്നോട്ട് പോകില്ല. അപ്പൊ അത് വാങ്ങിക്കാനായിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് പറ്റും. ചിലപ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോൾ തുടക്കത്തില് ലാപ്ടോപ്പ് വാങ്ങിക്കാൻ പറ്റില്ലായിരിക്കാം, ചിലപ്പോൾ ടാബ് വാങ്ങിക്കാൻ പറ്റില്ലായിരിക്കാം. പക്ഷെ നമ്മളെ കയ്യിലുള്ള ടൂൾസ് അതേപോലെ അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ആ വ്യക്തിക്ക് ഉണ്ടാവും. അപ്പൊ അതേ ടൂൾസുകൾ നമ്മളെ കയ്യിൽ ഉണ്ടാവണം. നമ്മൾ വൈറ്റ് ഒരു പേപ്പറിൽ, വൃത്തിയുള്ള ഒരു പേപ്പറിൽ ഒരു പെന്നും എടുത്തുകൊണ്ട് വേണം നമ്മൾ ബിസിനസിന്റെ പ്ലാൻ പറയാൻ. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തി കൃത്യമായിട്ട് നിങ്ങൾക്ക് ബിസിനസ്സിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളൊരു ബിസിനസ്സിന് ഒരാളെ പ്ലാൻ കൊടുത്തിട്ട് അയാൾ വരാത്തതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ തുടർച്ചയായിട്ട് അദ്ദേഹത്തിനെ ഫോളോ അപ്പ് ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പം അയ്യൂബ് സാർ ഇവിടെ പറഞ്ഞു, ബെല്ലി സാറെ 14 തവണ ഫോളോ അപ്പ് ചെയ്തതിന് ശേഷമാണ് ബെല്ലി സാറ് ഈ ബിസിനസ്സിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മളെ കാര്യം ആലോചിച്ച് നോക്കുക, നമ്മൾ എത്ര തവണ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്, നമ്മൾ എത്ര തവണ ഫോളോ അപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ബിസിനസ്സിലോട്ട് വന്നത് എന്ന് നമ്മൾ ഓരോ വ്യക്തികളും ചിന്തിച്ചു നോക്കുക. അതേപോലെ നമ്മളും നമ്മളെ കൂടെയുള്ള ആൾക്കാരെ നിരന്തരമായിട്ട് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പം പല ആൾക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മളെ ഒരാളെ കാര്യങ്ങൾ ആദ്യം പറഞ്ഞു കൊടുക്കാൻ പ്ലാൻ കൊടുക്കാൻ ലീഡർ വേണം, അത് കഴിഞ്ഞിട്ടും പിന്നെ ഫോളോ അപ്പ് ചെയ്യാൻ ലീഡർ വേണം, അത് കഴിഞ്ഞിട്ടും പിന്നെയും ലീഡർ വേണം. ഇങ്ങനെ ലീഡേഴ്സിനില്ലാണ്ട് ഒരിക്കലും ഒരാൾ പോലും, ഇപ്പം എന്റെ പല ടീമിലൊക്കെ നടക്കുന്ന സംഗതികളാട്ടോ, ഈ ലീഡേഴ്സ് ഇല്ലാണ്ട് പല ആൾക്കാരും ഈ ബിസിനസ് ഒറ്റയ്ക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് അവര് വേണ്ടത്ര മീറ്റിങ്ങുകൾക്കോ കാര്യങ്ങൾക്കോ ഒന്നും പങ്കെടുക്കാത്തത് കൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. എന്നാൽ ഈ മീറ്റിങ്ങുകളും കാര്യങ്ങളും ഒക്കെ പങ്കെടുത്തിട്ടുള്ള ഈ വ്യക്തി നിരന്തരമായിട്ട് ഒരാളെ ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ അയാൾ നിർബന്ധമായിട്ടും, അല്ലെങ്കിൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് ഈ ബിസിനസ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. കുറച്ച് തവണ നമുക്ക് ഗ്യാപ്പ് കിട്ടുന്ന സമയങ്ങൾ അവരെ ഫോളോ അപ്പ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഫോളോ അപ്പിന് വളരെയേറെ പ്രാധാന്യമുണ്ട് ഈ ബിസിനസ്സിൽ എന്നുള്ളതാണ് നിങ്ങൾ ഓരോ വ്യക്തികളും മനസ്സിലാക്കേണ്ടത്. നിരന്തരമായിട്ട് ഫോളോ അപ്പ് ചെയ്തിട്ടിരിക്കുക, നിരന്തരമായിട്ട്. ചില ഫോളോ അപ്പിൽ നിങ്ങൾ ഒരു മുൻകരുതൽ എടുക്കുക എന്നുള്ളത് ഒരു കാര്യം പറയാം ഞാൻ ജസ്റ്റ് ആയിട്ട്. കാരണം ഫോളോ അപ്പ് എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ വീട്ടിൽ പോയിട്ട് നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനല്ല ശരിക്കും ഫോളോ അപ്പ് എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ പ്ലാൻ കൊടുത്തു, അപ്പൊ അദ്ദേഹത്തിന് പ്ലാൻ മനസ്സിലാത്തത് കൊണ്ടാണ് ചിലപ്പോൾ അടുത്ത ആഴ്ച നോക്കാം, അത് കഴിഞ്ഞിട്ടും നോക്കാം, അത് കഴിഞ്ഞിട്ടും നോക്കാം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഓരോ തവണ അവരുടെ വീട്ടിൽ പോകുന്ന സമയത്തും നിങ്ങൾ ഓരോ തവണയും ബിസിനസിന്റെ പ്ലാൻ പറഞ്ഞുകൊണ്ടിരിക്കണം, ബിസിനസിന്റെ പ്ലാൻ പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതിനെയാണ് ഫോളോ അപ്പ് എന്ന് പറയുന്നത്. ചില ഫോളോ അപ്പ് നിങ്ങൾ സൈലന്റ് ആയി നിൽക്കേണ്ട ഫോളോ അപ്പുകൾ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ചിന്തിക്കും സൈലന്റ് ആയിട്ട് എങ്ങനെയാണ് ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളത്. കാരണം ചില സമയങ്ങളിൽ നമ്മൾ ഈ ബിസിനസ് പറഞ്ഞ ആളുകളെ നമ്മൾ ചില സമയങ്ങളിൽ ചില സ്ഥലങ്ങളിൽ നിന്ന് കാണും, അല്ലെ ചില ഏരിയകളിൽ നിന്ന് കാണും, ചിലപ്പോൾ അവരുടെ വീട്ടിൽ കയറേണ്ടി വരും. അപ്പൊ അത് സൈലന്റ് ആയിട്ട് നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ചില ഫോളോ അപ്പുകൾ ഉണ്ട്. ഇപ്പൊ എന്റെ വീടിന്റെ അടുത്തുള്ള എന്റെ ഒരു സുഹൃത്തിനോട് ഞാൻ ബിസിനസ് പറഞ്ഞു, അവൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ അവന്റെ തൊട്ടടുത്തുള്ള അപ്പുറത്തുള്ള ആളുകളെ കണ്ടു. ആ കണ്ട സമയത്ത് ഞാൻ അയാളെ കണ്ട് തിരിച്ചു വരുന്ന സമയത്ത് ഇവന്റെ വീട്ടിൽ കയറി, ഇവന്റെ ഫോളോ അപ്പ് ആണെന്ന് ഇവന് മനസ്സിലാവില്ല. പക്ഷെ ഞാൻ കയറുന്ന സമയത്ത് ഇവൻ എന്നോട് ബിസിനസ് ഒക്കെ സംസാരിക്കുന്ന സമയത്ത് ഞാൻ എന്റെ ഒറ്റ കാര്യമായി കാണിച്ചു കൊടുക്കുള്ളൂ, എന്റെ കഴിഞ്ഞ ആഴ്ചയിലെ ഇൻകം എത്ര ഉണ്ട് ഇട്ടോടാ എന്ന് പറഞ്ഞ് ഞാൻ പോട്ടെ ശരി എന്ന് പറഞ്ഞൊരു ഒറ്റ പോകറിൽ വരും. കാരണം ബിസിനസ്സോ നീ ചെയ്യണമെന്നോ ഒന്നും പറയില്ല, അത് സൈലന്റ് ആയിട്ടുള്ള ഫോളോ അപ്പ് ആണ്. ചില ആളുകൾ നമ്മളെ റോട്ടിൽ നിന്ന് നമ്മളെ മുന്നിൽ വരാം, അപ്പൊ അവൻ ചോദിക്കും നീ എങ്ങോട്ടാ പോണത്,
അപ്പൊ ഞാൻ പറയും ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പോവാണ്, വേറെ ഒന്നും പറയില്ല. കാരണം അതൊരു സൈലന്റ് ആയിട്ടുള്ള ഫോളോ അപ്പ് ആണ്. അവൻ ചിന്തിക്കുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അയ്യോ ഇവൻ നമ്മളെ കാണുമ്പോഴത്തെ ഇവൻ ചിന്തിക്കും, ഇപ്പൊ ഈ കാര്യം പറയും, ആയുഷ് പ്രൊഡക്റ്റ് 210 ഇങ്ങനെ പറയല്ലോ എന്ന് ചിന്തിക്കുന്നിടത്ത് നമ്മളെ അവന്റെ മൈൻഡിനെ തെറ്റിച്ചുകൊണ്ട് നമ്മളൊന്നും പറയാതെ നമ്മൾ വേറെ വഴിക്ക് പോകുന്ന പല ടെക്നിക്കുകളും നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങളൊരു ഫോളോ അപ്പ് ആയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കണം. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചില ആളുകൾ കുറെ കഴിഞ്ഞാൽ നിങ്ങളെ കൂടെ ബിസിനസ്സിൽ വരും എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ള ഒരു കാര്യം. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞത്, നമ്മൾ പല ആൾക്കാരെയും ഫോളോ അപ്പ് ചെയ്യുന്നത് നമ്മളെ കയ്യില് ഫോളോ അപ്പ് ചെയ്യേണ്ട രീതികളോ ഫോളോ അപ്പ് പിന്നെ എന്താ പറയാ എന്താണ് ഫോളോ അപ്പിൽ സംസാരിക്കേണ്ടതോ എന്നും അറിയാതെയാണ് പല ആൾക്കാരും ഈ ബിസിനസ്സിലെ ഫോളോ അപ്പ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഫോളോ അപ്പ് ചെയ്യേണ്ടത് ഞാൻ ഏകദേശം കാര്യം പറഞ്ഞു എന്നുള്ളൂ. നിങ്ങളോട് ഫോളോ അപ്പ് ചെയ്യേണ്ടത് എടുത്ത് നിങ്ങളുടെ കയ്യിൽ എന്തായാലും കൃത്യമായിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ടാവണം, കൃത്യമായിട്ടുള്ള പേപ്പറുകൾ ഉണ്ടാവണം, പെൻ ഉണ്ടാവണം, 1-2 പ്രൊഡക്റ്റിന്റെ ഡെമോ കാണിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അങ്ങനെ കാണിക്കണം, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് അവരെ കയ്യിൽ കൊടുക്കാനായിട്ട് പറ്റണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫോളോ അപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സെയിൽസ് ക്ലോസിംഗിലേക്ക് എത്തിക്കുകയും വേണം ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട്. ഇപ്പൊ നമ്മൾ ഒരു വീട്ടിൽ ടോയ്ലറ്റ് ക്ലീനർ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അടുത്ത തവണ കയറുന്ന സമയത്ത് നമ്മളൊരു പേസ്റ്റ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം, അടുത്ത തവണ കയറുന്ന സമയത്ത് നമ്മളൊരു നോവേദന ജെല്ല് കൊടുക്കാനായിട്ട് സാധിക്കണം. ഇങ്ങനെ നമ്മളെ കയ്യിലുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും പതിയെ 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 ഓരോ വ്യക്തികളെടുത്ത് കൊടുത്ത് നമ്മൾ അവരെ അഡ്വക്കറ്റ് ആയിട്ട് മാറ്റണം. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക എന്താണ് അഡ്വക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എന്റെ ഒരു മീറ്റിംഗിൽ ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു വക്കീലാണ് അഡ്വക്കറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഞാൻ പറയുന്ന ഒരു കാര്യം, നമ്മളെ പ്രൊഡക്റ്റിന് വേണ്ടി വാദിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി വാദിക്കുന്ന വ്യക്തിയാണ് നമ്മൾ അഡ്വക്കറ്റ് എന്ന് വിളിക്കുന്നത്, അല്ലെ? അപ്പൊ നമ്മളെ മൈ ലൈഫ് സ്റ്റൈൽ എന്ന കമ്പനിയുടെ ഈ പ്രൊഡക്റ്റിന് വേണ്ടി വാദിക്കുന്ന ഒരു വ്യക്തികളായിട്ട് നമ്മൾ ഓരോ വ്യക്തികളെയും നമ്മൾ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇപ്പൊ എന്നോട് വെൽഹാർട്ട് എന്ന പ്രൊഡക്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഞാൻ ഉപയോഗിച്ചുള്ള പ്രൊഡക്റ്റിനെ കുറിച്ചോ ഒരാൾ എതിർത്ത് പറയുകയാണെങ്കിൽ, ഇല്ല അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ സമർത്ഥിക്കാനായിട്ട് സാധിക്കും. കാരണം ധനീഷ് മാധവൻ എന്ന വ്യക്തി എന്നെ ഈ ബിസിനസ്സിൽ കൊണ്ടുവന്നിട്ട് എലമെന്റ്സ് എന്ന ബ്രാൻഡിനെയും മൈ ലൈഫ് സ്റ്റൈൽ എന്ന കമ്പനിയെയും കുറിച്ച് പറയുന്ന ഒരു അഡ്വക്കറ്റ് ആക്കി മാറ്റി എടുത്തു എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ള കാര്യം. അതേപോലെ നമ്മളെ കൂടെയുള്ള ഓരോ വ്യക്തികളും ഇതേപോലെ അഡ്വക്കറ്റ് ആയിട്ട് നമ്മൾ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള കാര്യം. അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ള, നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായെന്ന് എനിക്ക് അറിയില്ല. ഇതൊക്കെ തന്നെയാണ് ഓരോ ആൾക്കാർ ബിസിനസ്സിൽ വരാതെയും ചെയ്യാതെ ഇരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കുന്ന വ്യക്തികളായിട്ട് ഓരോ വ്യക്തികളും മാറുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മിക്കാനായിട്ടുള്ളത്. ഈ ബിസിനസ് ഒരു സ്വപ്നമുള്ളവന്റെ ബിസിനസ് ആണെന്ന് മാത്രം നമ്മൾ ഓരോ വ്യക്തികളും മനസ്സിലാക്കുക. കാരണം എന്റെ സ്വപ്നം എന്ന് പറയുന്ന സമയത്ത് അത് പൂർത്തിയാക്കേണ്ട ഉത്തരവാദിത്വം ഞാനെന്ന വ്യക്തിക്കാണ്, രഞ്ജിത്ത് ബാലു എന്ന വ്യക്തിക്കാണ്. എനിക്കൊരു കാറെന്ന സ്വപ്നമുണ്ട്, എനിക്കൊരു വീടെന്ന സ്വപ്നമുണ്ട്. ആ സ്വപ്നം പൂർത്തിയാക്കേണ്ട ഒരു ഉത്തരവാദിത്വം അതെനിക്ക് മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ്സിൽ നിങ്ങൾ ഓരോ വ്യക്തികളും വന്നു കഴിഞ്ഞാൽ, ഞാൻ ഈ ബിസിനസ്സിൽ വന്ന സമയത്ത് എനിക്ക് കാർ എടുക്കുക എന്നുള്ള എന്റെ സ്വപ്നം എന്റെ ലീഡർ ആയിട്ടുള്ള ധനീഷ് മാധവൻ സാറിന്റെ കൂടെ സ്വപ്നമായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം എന്നെ ഇങ്ങനെ പരുവപ്പെടുത്തിയെടുത്തു. കാരണം ഞാൻ ഈ ബിസിനസ്സിൽ വന്ന് കുറച്ച് ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്ത സമയത്ത് അദ്ദേഹം എന്നെ ഓർമ്മിപ്പിച്ചു, സാറേ നമുക്കൊരു കാർ എടുക്കണ്ടേ. അപ്പം എനിക്കും എന്റെ ഉള്ളിൽ സ്വപ്നങ്ങൾ വന്നു, അത് പൂർത്തിയാക്കാൻ വേണ്ടി അദ്ദേഹം എന്നെ സഹായിച്ചു. പക്ഷെ നമ്മൾ ഓരോ വ്യക്തികളും മനസ്സിലാക്കുക, നമ്മൾ ഓരോ വ്യക്തികളും ചിന്തിക്കുക. എന്റെ വീടിനടുത്തുള്ള ബഷീർ എന്ന വ്യക്തിയുണ്ട്, ഞാൻ പേര് പറഞ്ഞത് ഒരിക്കലും മോശമായിട്ടല്ല, വെറുതെ ഒരു പേര് പറഞ്ഞെന്നുള്ളൂ. ബഷീർ എന്ന വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ അടുത്ത് ഞാൻ പോയിട്ട് ഈ ബിസിനസ് ചെയ്യുന്ന സമയത്ത്, ബഷീർക്ക എനിക്ക് കാർ എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എന്നോട് എന്തായിരിക്കും പറയാ, അല്ലെ എന്റെ ഫാമിലിയിലുള്ള ഒരു വ്യക്തിയോട് കാർ എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അവരെന്തായിരിക്കും പറയാ. അതാണ് ഞാൻ പറഞ്ഞത് സുഹൃത്തുക്കളെ, നമ്മളെ മൈ ലൈഫ് സ്റ്റൈലിൽ വന്നിട്ടുള്ള നിങ്ങളെ ഈ ബിസിനസ്സിൽ വന്നിട്ടുള്ള ഓരോ വ്യക്തിയുടെയും സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ നമ്മുടെ ലീഡേഴ്സ് നമ്മളെ കൂടെ ഉണ്ട്. അവരെ കൂടെ കട്ടയ്ക്ക് നിൽക്കുക. അവരെ കൂടെ കട്ടയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെ ഓരോ സ്വപ്നങ്ങളും പതിയെ 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 പൂർത്തിയാക്കാനായിട്ട് നിങ്ങൾക്ക് ഓരോ വ്യക്തികൾക്കും സാധിക്കും എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് മൈ ലൈഫ് സ്റ്റൈൽ. ഓക്കെ, താങ്ക് യു.